Hello friends, welcome to the goodhappenshereajay channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്ന ഒരു ഇന്നലെ നമ്മളൊരു എന്താ പറയുക സാലറി കുറവുള്ളവർക്ക് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലത്തെ നമ്മുടെ രണ്ടാമത്തെ ക്രെഡിറ്റ് കാർഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ലോ സാലറി ഉള്ളവർക്ക് കിട്ടുന്ന ലോ ഇൻകം ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതായത് നമുക്ക് ചെറിയ സാലറി ഉള്ളവർക്ക് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തൊരു കണ്ടുനോക്കട്ടെ. അതാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് സാലറിയുള്ളവർക്ക് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡ് നമ്മുടെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ പോയി കണ്ടുനോക്കുക. ഞാൻ അതിൽ മുകളിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇന്നലത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി നമ്മുടെ ചാനൽ കയറിയിട്ട്. എന്താ പറയുക, പിന്നെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ICICI ബാങ്കിൻ്റെ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡാണ്. ഇത് ആക്ച്വലി കിട്ടുന്നത് 20,000 അല്ലെങ്കിൽ 20,000-ന് മുകളിൽ സാലറി ഉള്ളവർക്കാണ് ഇത് ആക്ച്വലി കിട്ടുക കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് 23 to 60 ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പോകും. അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട. നിങ്ങളൊരു ഹോം പേജ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിന് ടോപ്പ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ച് എളുപ്പമാക്കാനുള്ള വെബ്സൈറ്റ് തന്നെ ആയിരിക്കും, നോക്കാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണം, നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് അതിലും കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ആമസോൺ ICICI കാർഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഞാൻ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഷോപ്പിംഗ് കാർഡാണ്, ഒരു ഷോപ്പിംഗ് എൻട്രി ലെവൽ കാർഡാണ്. അപ്പോൾ ഒരു എൻട്രി ബേസ് കാർഡാണ്. ഇത് ആക്ച്വലി ഫ്രീ കാർഡ്, ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ടും വരുന്നുണ്ട്. പിന്നെ അത് ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ പ്രൊഫൈലാണ്. അത് മോസ്റ്റ്ലി ഒരു 70% ആൾക്കാർക്കും LFT ആയിട്ടാണ് വരുന്നത്, അതായത് ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ടാണ് വരുന്നത്. ബാക്കിയുള്ളവർക്ക് നമുക്ക് 500 രൂപ, അതായത് ജോയിനിങ് ഫീ 500 പ്ലസ് GST, പിന്നെ എന്താ പറയുക ആനുവൽ ഫീസും 500 രൂപയായിട്ട് വരുന്നുണ്ട്. ഈ ഫ്രീ കാർഡ് അല്ലാണ്ട് കിട്ടുന്നവർക്ക് ആക്ച്വലി നമുക്ക് ആനുവൽ ഫീ വേവ് ഓഫ് ചെയ്യാൻ ജസ്റ്റ് 50,000 രൂപ നമുക്ക് ആനുവലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് വേവ് ഓഫ് കിട്ടുക. അതൊരു നല്ലൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ആക്ച്വലി കൂടി തുടങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇതും കൂടുമെന്ന് അറിയില്ല. പിന്നെ ഇതിൻ്റെ റിവാർഡ് പോയിന്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു റിവാർഡ് പോയിൻ്റാണ് കിട്ടുക നമ്മൾ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ, അതും യൂട്ടിലിറ്റി സംഭവങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ. പിന്നെ 2 റിവാർഡ് പോയിന്റ്സ് നമുക്ക് റീറ്റെയിൽ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ. പിന്നെ നമുക്ക് ഡൈനിങ്ങിൽ നമുക്ക് 15% വരെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഇവരുടെ ഡൈനിങ് പാർട്ട്നേഴ്സ് കുറച്ച് ലിസ്റ്റ് ഉണ്ട്. മോസ്റ്റ്ലി എല്ലാം ഡൈനിങ് പാർട്ട്നേഴ്സും വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് 15% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ നോർമൽ നമ്മുടെ 1% ഫ്യൂവൽ ചാർജ് വൈവ് ഓഫ് ഉണ്ട്. ഏജ് ലിമിറ്റ് ഞാൻ അവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കിട്ടുന്നത് സാലറിയുടെ ആയിരിക്കും, സെൽഫ് എംപ്ലോയ്ഡ് ആൾക്കാർക്കുള്ളവർക്കാണ്. പിന്നെ മിനിമം സാലറി കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഒരു ഇപ്പോൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോ ഇൻകം ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ആണ്. എന്താ വെച്ചാൽ മോസ്റ്റ്ലി എല്ലാ ക്രെഡിറ്റ് കാർഡുകളും നമുക്ക് ഒരു 30 above 35 above സാലറി ഉള്ളവർക്കാണ് കൊടുക്കാറ് നോർമലി. അതിൽ ഒരു എക്സെപ്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഈ 2-3 പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഏറ്റവും കുറവ് നമുക്ക് ഇപ്പോൾ 12,000 above കിട്ടുന്ന കാർഡാണ് നമ്മൾ ബാങ്ക് ഓഫ് ഇന്ത്യ ഗോൾഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് ഓൾറെഡി നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവർ പോയി കണ്ടുനോക്കുക. ഇത് നമുക്ക് ആക്ച്വലി ഇത് അപ്ലൈ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അവരുടെ ആമസോണിൻ്റെ ICICI കാർഡിൻ്റെ ബാങ്കിൻ്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ നോർമൽ KYC ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണം, ആധാർ, പാൻ കാർഡ് ഇതൊക്കെ വേണം. അത് നമ്മുടെ ആമസോണിൻ്റെ നമ്മുടെ കൊറിയർ വന്നതായിരുന്നു. അപ്പോൾ അതാണ് നമുക്ക് ഇടയിൽ വെച്ച് ബ്രേക്ക് ആവേണ്ട വന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഒരു അഡ്രസ് പ്രൂഫ് വേണം, നമുക്കൊരു ID പ്രൂഫ് വേണം. അതായത് നിങ്ങൾക്ക് ആധാറോ പാൻ കാർഡോ അല്ലെങ്കിൽ ഇതൊക്കെ ഏതൊക്കെ ഉപയോഗിക്കാം, പാസ്പോർട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ 2 നമുക്ക് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് നമുക്ക് ചോദിക്കേണ്ടത് നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫോം 16 ചോദിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ITR ചോദിക്കും. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് മോസ്റ്റ്ലി എല്ലാ ഒരു 90% ആൾക്കാരോടും ചോദിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് പ്രീ അപ്രൂവ് ആയിട്ട് കിട്ടണം. പ്രീ അപ്രൂവ് ആയിട്ട് കിട്ടിയാൽ തന്നെ അതിലും നമുക്ക് ചിലപ്പോൾ 10% ആൾക്കാർക്ക് നമ്മുടെ പ്രോസസ്സിംഗ് ചാർജ് പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ചിലപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇത് എടുത്തു വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, അത് ഒരു നമ്മുടെ ചിലപ്പോൾ അഡ്രസ് വെരിഫിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ആമസോൺ ICICI കാർഡിന് ചിലപ്പോൾ അഡ്രസ് വെരിഫിക്കേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ നമ്മുടെ സെയിം ICICI ബാങ്ക് തന്നെ ചെയ്യാറ്. അപ്പോൾ അതിനും ഇപ്പോൾ ഈ സാധനത്തിനും നമുക്ക് ICICI ബാങ്കിൻ്റെ ഒരു അഡ്രസ് വെരിഫിക്കേഷൻ, അതായത് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നിട്ട് ചെക്ക് ചെയ്യുന്ന സംഭവം, ചെക്കിങ് അല്ല, ജസ്റ്റ് അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ KYC ചെയ്യുന്ന പോലെ തന്നെ ചോദിക്കാനുള്ള ഒരു സംഭവം, ഒരു എന്താ പറയുക ഒരു പ്രൊസീജിയർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതും ഒന്ന് എക്സ്പെക്ട് ചെയ്തെന്ന് വെച്ചായിരിക്കുക. പക്ഷേ നമുക്ക് ഒരു ലോ ഇൻകത്തിൽ നമുക്ക് എന്തായാലും നമുക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. എന്താ വെച്ചാൽ ഞാൻ എന്തായാലും ഇത് ആക്ച്വലി ലൈഫ് ടൈം ഫ്രീ കാർഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കണ്ണുമുട്ടി എടുത്തോളാൻ പറയാം. എന്താ വെച്ചാൽ നമുക്ക് ICICI കാർഡിന് നമുക്ക് ഇഷ്ടംപോലെ ഓഫർ വരുന്നതാണ്. അതുപോലെ ഓൺലൈനിൽ പ്രത്യേകിച്ച് നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇഷ്ടംപോലെ ഓഫർ വരുന്നതാണ്. അപ്പോൾ ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കണ്ണുമുട്ടി എടുക്കാം. പിന്നെ മറ്റേതായാലും വലിയ കുഴപ്പമില്ല എടുക്കുകയും ചെയ്യും, വലിയ ചാർജ് കൂടുതലൊന്നും പറയാനില്ല. എന്ന് വെച്ചാൽ 499 പ്ലസ് GST ആണ് വരുന്നത്, അതായത് 500 രൂപ പ്ലസ് GST ആണ് വരുന്നത്.
അപ്പോൾ പിന്നെ നമുക്ക് ഒരു 50,000 മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആനുവൽ ചാർജ് വേവ് ഓഫ് ചെയ്തും ചെയ്യാം. അപ്പോൾ അതൊരു ശരിക്കും ലൈഫ് ടൈം ആണെങ്കിൽ ഞാൻ പറഞ്ഞ കണ്ണും മൂട്ടിയെടുത്തോളാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാർജ് എന്തായാലും ചാർജ് ഉണ്ടാവുമല്ലോ. മോസ്റ്റ്ലി എല്ലാ ക്രെഡിറ്റ് കാർഡിനും ചാർജ് ഉണ്ട്. ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, അത്ര അധികമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ എന്തായാലും അത്രയ്ക്ക് യൂസ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ RBL ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അത് ആക്ച്വലി ഞാൻ പണ്ട് തൊട്ട് ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡാണ്. അത്യാവശ്യം നല്ല യൂസും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ 3-4 കൊല്ലമായി. അപ്പോൾ ഇതുവരെ ഞാൻ അതിൻ്റെ ആനുവൽ ഫീസ് ആയിരിക്കും കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ആ ഒരു ലിമിറ്റ് ഉണ്ടാവും. നമുക്ക് ഒരു ആനുവലി നമ്മൾ എത്ര സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വേവ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേവ് ഓഫ് ചെയ്തുകൊണ്ട് പോയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫസ്റ്റ് ജോയിൻ ഫീസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, ഇതിട്ട് കൊടുത്തിട്ടുള്ളൂ നമ്മൾ. അപ്പോൾ അങ്ങനെ നമുക്കിത് മുതലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുത്ത് നോക്കാം. നമ്മളെന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത വീഡിയോ കാണാം.